നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മുടെ പണിയൊന്നും ഒരുങ്ങിയല്ല. പക്ഷെ നമ്മൾ തലേദിവസം വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്ന് നമ്മൾ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നുണ്ട്, അതായത് ഒരു 9 മണിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. തലേദിവസം തന്നെ അറിയായിരുന്നു എന്തായാലും നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്, പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്നുള്ളതൊക്കെ അറിയായിരുന്നു. പക്ഷെ ഉമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തണം എന്നുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ കേട്ടത് 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടല്ലേ ഒരുങ്ങുള്ളൂ, കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ സെറ്റ് ആക്കുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞിട്ട് ഉമ്മ വിളിച്ച് ചോദിച്ചു നിങ്ങളതൊക്കെ ഒരുങ്ങിക്കണമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ചായ കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ ഓരോ കൂടെ പോയിട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ ആ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കി പോകാൻ തയ്യാറായതും പോയതും എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി മുതൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒന്നെങ്കിലും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അമ്മയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. മരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ നാത്തൂൻ്റെ വീട്ടിൽ പോവുകയാണ്, അപ്പോൾ വന്നാൽ ഞായറാഴ്ച ഞങ്ങളെ കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളില്ലാത്തന്നല്ലേ എനിക്കും അത് കുട്ടികളെ കാണാൻ പറ്റുള്ളൂ, ഈ അങ്ങോട്ട് എന്തായാലും വരൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അമ്മ വന്നത്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് ഉമ്മ രാവിലെ നീച്ച് ചായ അടിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് ഓതാണ് കേട്ടോ, ഖുർആൻ ഓതാണ്. അപ്പോഴേക്ക് ഞാൻ നീച്ചിട്ട് ചായയൊക്കെ വെക്കാണ്. എന്നും നല്ലപോലെ രാവിലെ എണീക്കണത് കൊണ്ട് തന്നെ ഫാദിക്കുട്ടിക്ക് അങ്ങനെ ഉറങ്ങാൻ ടൈം കിട്ടാറില്ല കേട്ടോ, കാരണം അവന് വൈകിട്ടേ ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്ന് എന്തായാലും അവന് മദ്രസയിൽ പറഞ്ഞയക്കുന്നില്ല, അവനൊന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അവന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഇന്നലെ കൊടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെക്കാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. കാരണം രാത്രി കുറച്ച് വൈകിട്ടാണ് കുഞ്ഞാക്ക വന്നത്, അപ്പോൾ പിന്നെ അതിനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ വെച്ചിട്ട് കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കണത് എന്താ വെച്ചാൽ വീടുമ്പൊക്കെ നോക്കിയിട്ടാണ് ആലോചന കേട്ടോ. കാരണം റബ്ബേ എന്നാ പിന്നെ ഈ ഒരു തേപ്പും പെയിൻറ്റിങ്ങും നിലമ്പണിയും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വീടിരിക്കാനാവുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുക. കാരണം എന്താ വെച്ചാൽ നോക്കിയാൽ കാണുന്ന ദൂരെ തന്നെയാണല്ലോ നമുക്ക് വീട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമ്മളെ വീടാണ് കാണുക. അപ്പോൾ പിന്നെ നമുക്ക് ആലോചന വരാതിരിക്കൂലല്ലോ. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ 9 മണിക്ക് പോകണ്ട, 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മെല്ലെ അല്ല, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു 10 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അവിടെ 10 മണിക്ക് എത്തേണ്ട കാര്യം എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഉമ്മ വിളിച്ചപ്പോഴാണ്, നിങ്ങൾ ഒരുങ്ങിയോ ചോദിച്ച് വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ എന്നെ ആ കന്തം വിട്ടത്. പുറത്ത് പോയി വന്നപ്പോഴേക്ക് ചായയൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ വീട് തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട് വയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ നനയ്ക്കാനൊക്കെ പോകണം. കുഞ്ഞാക്ക് ഒറ്റക്കായാലും എത്തൂല കേട്ടോ, കാരണം കുറച്ച് അധികം നമുക്ക് നനയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നനയ്ക്കാനൊക്കെ പോകണം കേട്ടോ. രാവിലെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ട്സ് കഴിക്കൂട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് ആണ്, പക്ഷെ ഇതാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. അങ്ങനെ 2 വാൾനട്ടും ഒരു അത്തിപ്പഴമൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വിശപ്പിന് നമുക്ക് കുറച്ചൊരു കുറവുണ്ടാവും കേട്ടോ. നല്ലപോലെ വിശക്കുന്നില്ല, എന്നാലും രാവിലെ നമുക്കൊരു വയറുകാളലാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ അത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പുതപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടോ. അല്ലെങ്കിൽ എനിക്ക് റൂമൊക്കെ വരുമ്പോൾ ഒരു എന്താണെന്നറിയില്ല, മനസ്സൊക്കെ തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം കേട്ടോ എണീറ്റ് വരുമ്പോഴേക്കിന്. അപ്പോഴേക്ക് ഇത് അമ്മാൻ്റെ ഖുർആനോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ രാവിലെ എണീറ്റാൽ കുറേ ടൈം ഖുർആനൊക്കെ ഓതും. ഞാനും ആദ്യമൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രാത്രി എന്തായാലും പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ, അതില്ലാത്തൊരു ദിവസം നമുക്കില്ല കേട്ടോ. അധികം നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓതാനും ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ഈ നിസ്കാരവും ഖുർആനോത്തൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിക്ക് നല്ലൊരു തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിൽ അപ്പുറം ശരിയായിട്ട് നടക്കും. അത് എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞാക്ക നനയ്ക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരാൾ ചെറിയ ഓസും കൊണ്ടും പിന്നെ വലിയ ഓസും കൊണ്ടും കൂടാണ് കേട്ടോ നനയ്ക്കുന്നത്. ഈ ഒരു ചെറിയ ഓസും കൊണ്ട് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂല കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ തേച്ച ഭാഗം ഇന്ന് ചെറിയ ഓസ് ഇട്ടിട്ടാണ് നനയ്ക്കുക, അല്ലെങ്കിൽ ഒക്കെ കുത്തിയതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മേലെ കുറച്ച് ഭാഗം നനയ്ക്കാനുണ്ട്, അപ്പോൾ അത് നനയ്ക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നനച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നു, കാരണം ഇനി ചെന്നിട്ട് വേണം എനിക്ക് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇമ്മൺ ഉണ്ട്, പക്ഷേ ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും എല്ലായിടത്തും നമ്മുടെ കയ്യെത്തണം, എവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്നൊന്നും ഇപ്പോൾ ഉമ്മാക്കും വല്ലാണ്ട് അറിയില്ല കേട്ടോ. നമുക്കറിയണ പോലെ അറിയില്ലല്ലോ. അങ്ങനെ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. പിന്നെ ബാക്കി ഭാഗമൊക്കെ എന്തായാലും കുഞ്ഞാക്ക നനയ്ക്കും. വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതൊന്ന് കഴിക്കൽ നമുക്കൊരു മസ്റ്റാണല്ലോ. അങ്ങനെ ആ ക്രീം ബന്ന് രാവിലെ തന്നെ ഇരുന്ന് മുണുങ്ങാണ് കേട്ടോ. ഇതെന്തായാലും ഈ ഒരു ടൈമിൽ കഴിക്കാനൊന്നും പറ്റൂല, നമ്മുടെ തടി എങ്ങനെ വെക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അമ്മാര് തടിക്കും, കാരണം നല്ല മധുരമുള്ള ക്രീമൊന്നും രാവിലെ കഴിക്കാൻ പറ്റൂല. പക്ഷെ കണ്ടാൽ നമ്മൾ കഴിക്കും, അതാണ്. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുഞ്ഞാക്കനോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, എവിടേക്കെങ്കിലും പോകണം അല്ലെങ്കിൽ അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം എന്തിനാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത്, എളുപ്പമല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഓരോരോ തോന്നലാണ് കേട്ടോ. ആ ഒരു തോന്നലിൽ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ അതെനിക്ക് ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ നമ്മി വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല വലിയ സ്പെഷ്യലൊന്നും അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മെയിൻ
ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലാതാവുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഉള്ളി തൊലിക്കൽ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ ഉള്ളി തൊലിച്ചിട്ട് അമ്മ ചിലപ്പോൾ വെയ്യാതെ ആണെങ്കിലും ഞാൻ കുറേ ഉള്ളി എടുത്ത് കൊടുക്കും. അത് തൊലിച്ചതിൻ്റെ വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട, ഈ ഒരു ഉള്ളി തൊലിച്ചെന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്തിട്ട് ഉമ്മാരെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് മുട്ട റോസ്റ്റൊക്കെയുള്ള ഉള്ളിയായി. പിന്നെ കുറച്ചധികം അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ഒരാഴ്ചക്കൊക്കെ ഉള്ളതുണ്ടാവും കേട്ടോ. പിന്നെ വന്നാൽ തന്നെ അമ്മ ചോദിക്കും കേട്ടോ, വേറെ പണിയൊന്നും ഇല്ലെങ്കിലും ഉള്ളി തൊലിച്ച് തരണമെന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കത് ഉണ്ടെങ്കിൽ പിന്നെ വേറെയുള്ള പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഉള്ളി തൊലിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ഉണ്ട്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് ഉള്ളി തൊലിക്കുന്നത്, പക്ഷെ കുറേ ടൈം എടുക്കും. അതായത് നമ്മൾ പെട്ടെന്നൊക്കെ അർജൻറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഭ്രാന്ത് പിടിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളി തൊലിക്കുക, ചക്കക്കുരു തൊലിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ ചായയൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇനിയിപ്പോൾ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഒരുങ്ങിക്കോളി, ഞങ്ങൾ ഇവിടുന്ന് മാറ്റി, അതായത് കുഞ്ഞാക്കാൻ്റെ അമ്മായിമ്മ കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അപ്പോൾ മാറ്റിക്കോളി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. എവിടെ ഞാൻ എൻ്റെ ഒരു കാര്യവും നടന്നിട്ടില്ല കേട്ടോ. കാരണം ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വെക്കുന്നുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പായിരുന്നു അവർ വരുമ്പോഴേക്കിൻ്റെ ഏകദേശം കഴിയും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ കൊട്ടിപ്പടഞ്ഞ് ചാടിപ്പടഞ്ഞ് പോകേണ്ട ആവശ്യം, ഓല് പോയിക്കോട്ടെ, എനിക്ക് ബസ്സിന് പോകാമല്ലോ, ഇവിടുന്ന് നമുക്ക് മുണ്ടൂർക്ക് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ, പിന്നെ വഴി അറിയാത്തൊരു പ്രശ്നമല്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികളെ പോലെ കൂടെ പറഞ്ഞിട്ട് ഞാൻ ബസ്സിന് പോയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് KSRTCൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അതിൽ പോകാമല്ലോ, ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞായറാഴ്ച എന്നുള്ള കാര്യം ഞാൻ മറന്നതായിരുന്നു. കാരണം ഞായറാഴ്ചയൊക്കെ നമ്മൾ KSRTCക്ക് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചമ്മന്തിയാക്കും, അമ്മാതിരത്തെ അവസ്ഥയാണ് ഇപ്പോൾ. വെറുതെ ആൾക്കാർ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ആ ഒരു ബസ്സിലാണ് കയറി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്നാൽ KSRTC വേണ്ട, സാധാ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് തീരുമാനം. വീണ്ടും ഉമ്മാക്ക് അങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും കുട്ടികളൊക്കെ പോയിക്കോ, ഞാൻ ബസ്സിന് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം നമുക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ ആ ഒരു അലങ്കോലാക്കിയിട്ട് പോകണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ പോവുക. കാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ച് വരുന്നത് ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടാണ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്ക് പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ട്രിപ്പാണെങ്കിലൊക്കെ കൂടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ പോകാൻ വരെ ടൈമിലുണ്ടാവും നമ്മൾ ബെഡിൽ കുറേ തുണികളും കാര്യങ്ങളൊക്കെ അലങ്കോലാക്കിയിടും. പക്ഷേ ഞാനതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ പോവുള്ളൂ. കാരണം നമ്മൾ ഇവിടേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് രീതിക്കാണ് തിരിച്ച് വരിക എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ കേട്ടോ. ഇന്നും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം അവരിവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം. പിന്നെ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. കാരണം അവിടെ നിന്ന് അവളുടെ അമ്മൂഷാക്കാൻ്റെ 40 കേട്ടോ മരണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ദിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ അതാ ഏകദേശം ചപ്പാത്തിക്കൊക്കെ വെള്ളം വെച്ചിട്ട് അതൊക്കെ തിളച്ചത് ആ ചപ്പാത്തി കുഴക്കാണ് കേട്ടോ. ആ ചട്ടിയിലിട്ടിട്ട് തന്നെ കുഴച്ചാൽ മതി. പക്ഷേ ഈ ഒരു ടൈലിലിട്ട് കുഴച്ചാലേ നമുക്കൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ആ ഒരു തിണ്ടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മാവിലും ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഒപ്പിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു പൊടി ഒന്നും കൂടെ സ്പെഷ്യലാണ്. ഞാൻ അധികം പ്രിൻസിൻ്റെ ആണ് കേട്ടോ വാങ്ങാറുള്ളത്. പക്ഷെ ഇത് നമുക്ക് പൊടി വേറെയാണ്, നമ്മുടെ പുതിയ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നോക്കാനും കൂടിയാണ് ഞാനിത് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ചടപടേനെ പരത്തലും ചുടലും ഇതാക്കലെന്ന് പറഞ്ഞ പോലെ ഓരോ പരിപാടികളായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാക്കാക്ക് കുളിക്കാൻ വെള്ളം വേണം, സച്ചുവിന് കുളിക്കാൻ വെള്ളം വേണം, ഫാദിക്ക് വേണം. അവരൊന്നും മഴക്കാലമായാലും പച്ചവെള്ളത്തിൽ കുളിക്കൂല കേട്ടോ. ഞാൻ ഒരു ആടുകളാണെന്ന് പറയട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഏറെക്കുറെ ഞാനും അങ്ങനെ തന്നെയാണ്. മഴ ആയാൽ പിന്നെ നമുക്ക് പച്ചവെള്ളം പറ്റൂല അല്ലേ. പിന്നെ അലക്കി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ പോയി കുളിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, തണുത്ത വെള്ളമൊക്കെ പറ്റും. അങ്ങനെ ഇത് അമ്മ ഏകദേശം വലിയുള്ളിയൊക്കെ കുറേ അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുട്ട റോസ്റ്റിനുള്ളതാണ്. പിന്നെ ചെറിയുള്ളി ഏകദേശമൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു ഞാൻ പരത്തിക്കോളാം, നീ ചുട്ടോന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചുട്ടോളാം, അത് പരത്തലും ചുടലൊക്കെ ഞാനായിക്കോളാം, എനിക്ക് അതിനൊന്നും ഇതില്ല, ബാക്കി കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ സച്ചു നീറ്റിട്ട് അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അവന് ചായ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഫാദിയാണ് ഇതിൽ അതിനെ ഞാൻ നേരത്തെ വിളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. കാരണം മദ്രസയിൽ എന്തായാലും പോയിട്ടില്ല. ഏകദേശം ഒരു 8:30 ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വിളിച്ചു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മദ്രസയിലും പോയില്ല, പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ശല്യം ചെയ്യണം, ഞാൻ എവിടേക്കുമില്ല, നിങ്ങൾ പോയിക്കോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തൊള്ളടല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിന്ന് ഇങ്ങനെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിക്കണില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പോയിക്കോ, ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും കേൾക്കുമല്ലോ. അവന് ഭയങ്കര വാശി കേട്ടോ. പിന്നെ ഞാൻ അവനെ വിളിച്ച് എണീപ്പിക്കാനൊരു ട്രിക്ക് ചെയ്തു കേട്ടോ. കാരണം ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കി, ചെറിയൊരു മാവ് എടുത്തിട്ട് ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു ചപ്പാത്തിയൊക്കെ ചുട്ടിട്ടുണ്ട്, ഈ എണീക്ക് ഇവർക്ക് ആർക്കും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പല്ല് തേച്ചിട്ടില്ല. അപ്പോഴേക്ക് കുഞ്ഞാക്ക പിന്നെ പണിക്കാരുണ്ട്, ഒരിക്കലുള്ള കുടിവെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. ഞാൻ പിന്നെ ഇവിടെയുള്ള കുടിവെള്ളം നമ്മൾ പോയി വരുമ്പോഴേക്ക് വെള്ളം വേണമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ അതൊക്കെ കഴുകി. അതിൻ്റെ ഇടയിൽ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോസ് ഒന്നും ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇങ്ങനെ പോകേണ്ടത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുത്ത് നിന്നാൽ ചിലപ്പോൾ കുഞ്ഞാക്ക ചിലപ്പോൾ എന്നെ തല്ലി ഓടിക്കും ഇവിടുന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു, മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇങ്ങനെയാണ് കണ്ടാലുള്ള എനിക്കൊരു സമാധാനം. ആ ഒരു കുഞ്ഞി ചപ്പാത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഒന്ന് കഴിക്കുന്നത്. അങ്ങനെ ഉമ്മാൻ്റെ ഇവരെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. അതിൽ പിന്നെ അമ്മ പറഞ്ഞു ഈ ഇരുന്ന് ചായ കുടിച്ചോ, ഓല എല്ലാവരും കൂടെ വന്നാൽ പിന്നെ അതിനൊന്നും ടൈം കിട്ടൂല, പെട്ടെന്ന് പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞപ്പോൾ. കാരണം ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിനെ പോണത് ഓല് വരി എന്താ വെച്ചാൽ ചെയ്യട്ടെ, എനിക്ക് എന്തായാലും സാവധാനത്തിലൊന്ന് ചായയും കടിയൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാക്കാൻ്റെതും കഴിഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് ഞാനാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പം എന്തായാലും വേണ്ട സമാധാനത്തിലൊന്ന് ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞാക്ക ഓരോന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ ചായ അടിക്കുമ്പോൾ അതാണ് കേട്ടോ ഈ ഒരു എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കാണുന്നത്. ആദ്യം ഞങ്ങൾ കൂടെ പോരൂലെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഓൻ്റെ വിചാരം പോയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വരില്ല, രാത്രിയേ വരുള്ളൂ, പിന്നെ നാളെ സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് രാത്രി കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ പാപ്പ കൊണ്ടുവരാൻ വരും. കാരണം കുഞ്ഞാക്ക കടയിൽ പോകണം, കുഞ്ഞാക്കൊക്കെ ഞങ്ങളുടെ കൂടെ എന്തായാലും വരാൻ പറ്റൂല. അപ്പോൾ പാപ്പ രാത്രി കടയൊക്കെ അടച്ചിട്ട് നമ്മളെ കൊണ്ടുവരാൻ വരും, എന്നിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ പറഞ്ഞ് മാറ്റി അവനെയൊക്കെ മാറ്റി പുറപ്പെടിപ്പിച്ചിട്ടു. അപ്പോഴേക്ക് ഇത് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ ബസ്സിന് വരാമെന്ന്. പക്ഷേ എന്ത് പറഞ്ഞാലും ഉമ്മ സമ്മതിക്കൂല കേട്ടോ, നമുക്കൊപ്പം പോകാം, ഏതായാലും ഇപ്പോൾ ഞങ്ങൾ വന്നതല്ലേ, ഈ ഒറ്റയ്ക്ക് ബസ്സിന് വരണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മാറ്റലും പരിപാടിയൊക്കെ കഴിയുമ്പോൾ അവരിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ ഉമ്മക്ക് എന്തായാലും ഇന്ന് രാവിലെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ അധികം ഇപ്പോൾ വന്നാൽ അങ്ങനെ കുറേ നേരം നിൽക്കൂല കേട്ടോ, ഇന്ന് വന്നാൽ നാളെ രാവിലെ തന്നെ പോകും. അപ്പം ഉമ്മയും തന്നെ ഞാനും പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയും പോയി. പിന്നെ ഞങ്ങളിത് ആ വണ്ടി കയറിയിട്ട് ഇനിയിപ്പോൾ നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ നമ്മുടെ കടയിൽ പോയി, നമ്മുടെ ഷോപ്പാണ്. അങ്ങനെ കുഞ്ഞാക്കാൻ്റെ നമുക്ക് കുറച്ച് ക്യാഷൊക്കെ വാങ്ങാണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കാൻ്റെ വിചാരം ഞാനിതിൽ പോകണില്ല, ഞാൻ ബസ്സിനാണ് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതിലെത്തി നോക്കിയിട്ടോ. അപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ മൂപ്പർക്കൊരു സമാധാനമായി, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോകണ്ടേ. കാരണം ഇന്ന ടൈമിൽ അവിടെ എത്തണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. കാരണം തിക്കറും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവിടെ എത്തണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായാലും അവർ വെയിറ്റ് ചെയ്യും. പക്ഷെ എന്തായാലും എൻ്റെ പരിപാടി കഴിയോളം അവർ വെയിറ്റ് ചെയ്തിട്ട് ഇനിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ഏകദേശം എല്ലാ ആൾക്കാരും ഉസ്താദന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ നേരെ പള്ളിയൊക്കെ പോയി ഖബറിൻ്റെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു വന്നു. പിന്നെ ഇവിടെയുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നാത്തൂനിൻ്റെ അടുത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്യാമറ ഓണാണോ, എൻ്റെ വീഡിയോ ഓണാണോ, എന്നെ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് എവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ കുറേ ആയിട്ട് നാത്തൂന് ഇങ്ങോട്ട് വരാറില്ല കേട്ടോ, മരണം കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. പിന്നെ ഞങ്ങളധികം അങ്ങോട്ട് പോകാറാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മുന്തിരി, ബിസ്ക്കറ്റ്, ജിലേബി ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മധുരം ഒഴിവാക്കുക, ഡയറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയും, എവിടെ തീറ്റയ്ക്ക് ഒരു കുറവില്ല. അങ്ങനെ ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദന്മാരൊക്കെ പോയി. പിന്നെ അത് ഈ ഒരു മൈക്ക് വെച്ചിട്ട് പിന്നെ എല്ലാവരും ചുണ്ടത്ത് ഈ ഒരു മൈക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഉറക്കെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഓൻ ആ ഒരു മൈക്കും പിടിച്ച് നടക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ഇരിക്കാൻ കാരണം നമുക്ക് സംസാരിച്ച് മെല്ലെ ഓരോന്നും പറഞ്ഞിട്ട് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് കഴിക്കണ്ടേ, ബാക്കിൽ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതാ ഞങ്ങൾ ഇവിടുന്ന് പോയ ആൾക്കാർ മാത്രം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ടൈമും കൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിക്ക് പോരാന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാനും കൂടെ ഇട്ടോ ഇതിൻ്റെ ഇടയിൽ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പാലക്കാട് പോകാമെന്നുള്ളൊരു പ്ലാനായിട്ട് നമ്മൾ മാളക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്നുള്ളൊരു പ്ലാനായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറിയിട്ടോ, എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി. ഇപ്പോൾ നേരെ നമ്മൾ പാലക്കാടോട്ടാണ് കേട്ടോ. ഇത് നാത്തൂൻ്റെ വീട് എന്ന് പറയുന്നത് മുണ്ടൂരാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് മാക്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആകാശം കാണുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല ക്ലിയറും നല്ല രസം കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതാ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനും ഓരോ ഡ്രസ്സ് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു മിറർ കണ്ടത്. അപ്പോൾ എന്തിനാ അപ്പോൾ അതിനെ വെറുതെ വിടുന്നത്, ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ ആവാലോ എന്ന് വിചാരിച്ചു. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ സുഖമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നിറയെ ആളാകുമ്പോൾ നമുക്കൊന്നും പറ്റൂലല്ലോ. പിന്നെ അതാ കുറച്ച് സെഞ്ചി ബാഗുകളൊക്കെ അവിടെ കണ്ടിട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരിയാണ് കേട്ടോ വരാറ്, എന്തായാലേ ഓരോരോ ബാഗൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിയിടും. പിന്നെ കുറച്ച് പിൻട്രസ്റ്റ് വൈബിലുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാദിക്കുട്ടിക്ക് ചെരുപ്പും നീനുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ ചായ കുടിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഒരു ചായയും പിന്നെ ഒരു സമൂസയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കാടമുട്ട. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ രണ്ട് കുട്ടികളെ കണ്ടത്. എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഇവരെന്തോ ഒരു സംസാരമാണെന്ന് അറിയും. എനിക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരിങ്ങനെ കൊണ്ടുവരാൻ തോന്നിട്ടോ നമ്മളെ വീട്ടിലേക്ക്. പക്ഷെ എന്താ ചെയ്യുക, എന്താ അറിയില്ല, എനിക്കിങ്ങനെ കുട്ടികളെ കാണുമ്പോൾ വീഡിയോസ് എടുക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ഇങ്ങനെ തോന്നും. വീഡിയോ എടുക്കേണ്ടത് അറിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല, ഒരു കിടങ്ങാണ്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ കൂടെ ഒരെപ്പയാണ് തോന്നുന്നു, അവരിങ്ങനെ സംസാരിച്ചിട്ട് ചായയൊക്കെ കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മളിതാണ് വീട്ടിലെത്തി. ഇപ്പോൾ രാത്രിക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ വന്ന് കുളിയൊക്കെ
കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് കുളിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ മുട്ട പൊരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് കുഞ്ഞാക്കും കടയടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വരും. അത്യാവശ്യം കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സച്ചുവിന് ഞായറാഴ്ച ആയതുകൊണ്ട് പകൽ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ കാരണം അതൊന്നും അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ഡയറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന് പഠിക്കാൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അവനക്കാണെങ്കിൽ ഞാനിങ്ങനെ അടുത്തിരിക്കണം. പക്ഷെ എപ്പോഴും എനിക്ക് ഇരിക്കാൻ ടൈമൊന്നും കിട്ടില്ല. കിട്ടുന്ന ടൈമിൽ ഞാൻ ഇരിക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എല്ലായിടത്തും ഈ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി വെക്കും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കുടിക്കാനാണ് കേട്ടോ. കുട്ടികൾക്കും കൊടുക്കും, ഞാനും കുടിക്കും. എല്ലായിടത്തും റൂമിലും ജനലിലും കൊലയിലൊക്കെ ഞാനത് കൊണ്ടുപോയി കേട്ടോ. കാരണം അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് വെള്ളം കുടിക്കാറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കുപ്പിയിൽ എല്ലായിടത്തും വെള്ളം കൊണ്ടുവെക്കുക. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുടിക്കൂല. കുഞ്ഞാക്ക എന്നിട്ട് കുഞ്ഞാക്കത വീടിൻ്റെ അവിടെ പണി എന്തൊക്കെ നടന്നോക്കണോ നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുഞ്ഞാക്കാൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കുഞ്ഞാക്കാനെ കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ മൂപ്പര് ഇവിടുന്ന് മെല്ലെ സ്കൂട്ടായിട്ട് മറ്റേ ഫുഡ് കഴിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചോറും സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കഴിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ചോറുണ്ട്, തിളപ്പിച്ചിട്ടൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ ഇനി അതൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാലേ, ഷവർമ ആലോചിച്ചു. അത് കേൾക്കേണ്ട താമസം വരും. രണ്ടാളും ഷവർമ മതി, അത് മതി, അത് മതി അങ്ങനെ പറഞ്ഞതാ. ഷവർമയൊക്കെ കൊടുന്ന് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ് തിളപ്പിക്കാനും കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതന്നെ നമ്മൾ ഫുള്ള് കഴിക്കൂല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ്. അങ്ങനെ ഓരോ കൂടെ ഞാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാക്ക പിന്നെ അവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങളൊന്നും അറിയാതെ ജസ്റ്റ് പുറത്ത് പോയിക്കണം. ഇവിടെ വന്ന ആളെ പിന്നെ കാണാനില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും അത് കഴിച്ചു കേട്ടോ. കാരണം ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അതുപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഞാനിപ്പോൾ അതിലാവോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, കമൻറ്റ് ഇടുക. അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരാം.